225 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ലോകം എങ്ങനെയായിരുന്നു എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനെപ്പറ്റി ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു വാർണിംഗ് തരാം. നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അതെന്താ കാരണം എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 18ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. നമ്മുടെ എല്ലാവരുടെയും ഓരോ ദിവസം തുടങ്ങുന്നത് പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ആയിരിക്കും. പക്ഷേ ആ കാലഘട്ടത്ത് യൂറോപ്പിൽ കണ്ടുവരുന്ന വീടുകളിലൊന്നും ഈ പറയുന്ന പോലുള്ള വെള്ളത്തിന്റെ സപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന യാതൊരു രീതിയും ആ കാലത്ത് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങൾ നടത്തുന്നത് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പോട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലായിരിക്കും. പിന്നീട് നിങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സംഭവം മൂടി വെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പോട്ട് നിറഞ്ഞതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ചും കൂടി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളത്. 225 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു യൂറോപ്യൻ സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ആ കാലത്തെ സിറ്റി പോലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാടധികം ജനങ്ങൾ തിങ്ങി പാർത്തിരുന്ന ഒരു ഏരിയയും കൂടിയായിരുന്നു. എന്നാൽ ഈ പാത്രം നിറഞ്ഞതിന് ശേഷം ഇവർ ചെയ്തു വന്ന രീതി എന്താന്ന് വെച്ചാൽ, ഇവർ താമസിച്ചിരുന്ന വീടിന്റെ 2ാമത്തെ നിലയിൽ കയറിയിട്ട് ജനലിലൂടെ നേരെ പുറത്തേക്ക് എറിയുക എന്നുള്ളതാണ്. ഇത് ജനലിലൂടെ പുറത്തേക്ക് എറിയുന്ന സമയത്ത് ഗാഡിലു എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവർ എറിയുന്നത്. ഇതിപ്പോ എന്തിനാണ് അങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു സംഭവം ഡയറക്റ്റ് ആയിട്ട് എറിയുന്നത് ആൾക്കാരെല്ലാവരും നടന്നു പോകുന്ന ആ ഒരു പാതയിലേക്കാണ്. ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നതിലൂടെ താഴ്ത്ത് നടന്നു പോകുന്ന ആൾക്കാർക്ക് വഴി മാറി പോകാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടുകയാണ്. ഞാനിപ്പോ ഈ പറഞ്ഞത് ഒരൊറ്റ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് വീടുകളുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അതും ഇവർ താമസിച്ചു വന്ന ഈ സിറ്റിയുടെ ലേ ഔട്ട് ഏകദേശം ഒരു സ്ലോപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അതായത് ഈ സ്ലോപ്പിലാണ് ഓരോരോ വീടുകളും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ വീടുകളുടെ ജനാലകളിലൂടെയാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് ഇടുന്നത്. അപ്പോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ വേസ്റ്റ് എല്ലാം ഒഴുകി താഴെ ഒരു സ്ഥലത്ത് വന്ന് കളക്ട് ചെയ്യപ്പെടും. അതായത് ആ കാലത്ത് നിങ്ങൾ അവിടെ ജീവിച്ചു വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരും. ഞാനിപ്പോ ഈ പറഞ്ഞത് പകൽ സമയത്തെ കാഴ്ചകൾ മാത്രമാണ്. ഇനി ഇതേ സിറ്റുവേഷൻ രാത്രി സമയത്തും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല അത്. പിന്നീട് ഈ ഒരു സ്ഥലത്ത് മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. പക്ഷേ ആ കാലത്ത് ജീവിച്ചു വന്ന ആൾക്കാരുടെ വേറൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം. അവർക്ക് വെള്ളം എന്ന് പറയുന്നത് എന്തോ അലർജി പോലെയായിരുന്നു. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ നിഘണ്ടുവിലേ ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ കാലഘട്ടത്തിൽ ഇതേ സ്ഥലത്ത് ജീവിച്ചു വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചകളോളം കുളിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ആഴ്ചകളോളം അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം നിങ്ങൾ ഇട്ടിരിക്കുന്ന അതേ ഉടുപ്പ് തന്നെയാണ് നിങ്ങൾ ഇടുന്നത്. ഇത്ര അധികം വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നത്. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, വെറും 225 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാടധികം ചോദ്യങ്ങൾ വരും. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കാര്യമല്ലേ അത്? പിന്നീട് 19ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോൾ അവിടെ ഒരുപാടധികം സ്വീറ്റ് സിസ്റ്റംസ്, ഈ പറയുന്ന പോലെ ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശരിയാക്കി എടുത്തതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ തലയിലേക്ക് വരിക. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ലോകത്ത് ഒരു സിവിലൈസേഷൻ പീക്ക് ലെവലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹാരപ്പ സിവിലൈസേഷൻ, മോഹൻജദാരോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപാടധികം ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. എന്നാൽ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങളിപ്പോ ഈ കാണുന്നത് 4500 വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അവശിഷ്ടങ്ങളാണ്. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഒട്ടുമിക്കവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ കേൾക്കുമ്പോൾ അത് നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല. അതിന്റെ പ്രധാന കാരണം ഇതിനെപ്പറ്റി അധികം നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രമാണ്. 4500 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ത് വലുതാണെന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം ഏൻഷ്യൻ മെസപ്പൊട്ടേമിയൻ സിറ്റീസ് എല്ലാം എത്ര അധികം വലുതാണ് എന്നുള്ളൊരു കാര്യമെല്ലാം നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഏൻഷ്യൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനും ആഡ് ചെയ്താൽ പോലും അതിനേക്കാൾ വലിയൊരു സിവിലൈസേഷൻ ആണ്. ഏകദേശം 1000ൽ കൂടുതൽ സിറ്റികൾ,
10 ലക്ഷത്തോളം സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തരിച്ചെടുക്കുന്ന ഒരു വലിയ ജൈഗാന്റിക് സിവിലൈസേഷൻ ആയിരുന്നു ശരിക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതും ഇവർ ഉപയോഗിച്ചു വന്ന ലാംഗ്വേജ് ഇപ്പോഴും ആർക്കും ഒരു കമ്പ്യൂട്ടറിനും ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്ത് കണ്ടുവരുന്ന മെജോറിറ്റി സിവിലൈസേഷന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആ സിവിലൈസേഷന്റെ അവസാനം എന്ന് പറയുന്നത് എന്തെങ്കിലും തമ്മിത്തല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യുദ്ധത്തിന്റെ പുറത്തായിരിക്കണം. അതിനുള്ള ഒരുപാടധികം തെളിവുകൾ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിലൂടെ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1000ഓളം സിറ്റികൾ അടങ്ങിയിരിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കഥ വരുന്നത്. ആർക്കിയോളജിസ്റ്റുകൾ തലങ്ങും വിലങ്ങും ഈ ഒരു സ്ഥലം അരിച്ചു പറക്കിയിട്ട് പോലും ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള യാതൊരു സംഭവം ഇവിടുന്ന് കണ്ടെത്തിയിട്ടില്ല. ആ കാലഘട്ടത്ത് ഉപയോഗിച്ച് വരേണ്ട ആയുധങ്ങളോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഈ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് വളരെയധികം പീസ്ഫുൾ ആയിട്ട് ജീവിച്ചു വന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇത്. ഒരു ട്രേഡിംഗ് ഓറിയന്റഡ് സൊസൈറ്റി ആയിരുന്നു ഇത് എന്നാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് കാര്യമുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഈ ഒരു സിറ്റിയുടെ ഓരോ വീട്ടിലും പ്ലംബിംഗ് ഉണ്ടായിരുന്നു. ഓരോ വീട്ടിലേക്കും വെള്ളം എത്തിക്കാനുള്ള വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വാട്ടർ നെറ്റ്വർക്ക് ഈ ഒരു സിറ്റി ഒട്ടാകെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഓരോ വീട്ടിലും ടോയ്ലറ്റ് അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതും വെറും ടോയ്ലറ്റ്സ് അല്ലായിരുന്നു, ഫ്ലഷിംഗ് ടോയ്ലറ്റ്സ് ആയിരുന്നു. എന്നാൽ കാര്യങ്ങൾ കുറെ കൂടി കോംപ്ലക്സ് ആക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ മോഡേൺ സിറ്റികളിൽ കണ്ടുവരുന്ന അണ്ടർഗ്രൗണ്ട് സുവേജ് സിസ്റ്റംസും ആ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് വെള്ളം കളക്ട് ചെയ്ത് അത് വേറെ സ്ഥലത്തേക്ക് നീക്കം ചെയ്യാനുള്ള വളരെയധികം സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് സുവേജ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതോടൊപ്പം വളരെയധികം ഓറിയന്റഡ് ആയിട്ടുള്ള നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഗ്രിഡ് സ്റ്റൈലിലുള്ള വീടുകളൊക്കെ ആയിരുന്നു ശരിക്കും ആ കാലഘട്ടത്തിൽ അവർ പണി തീർത്തിരിക്കുന്നത്. അതും ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇഷ്ടികകൾ പോലുള്ള ചെറിയ ചെറിയ കട്ടകൾ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ 2026 പാകിസ്ഥാനിൽ ഒരു വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കട്ടകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പുതിയ കട്ടയെടുത്ത് മോഹൻജദാരോയിലെ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ കൊണ്ടുപോയി വച്ചു കഴിഞ്ഞാൽ നമ്മൾക്കാർക്കും പെട്ടെന്ന് അത് തിരിച്ചറിയാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ അന്നത്തെ കട്ടയും ഇന്നത്തെ കട്ടയും ഏകദേശം ഒരേ അളവാണ്. അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു സ്ട്രക്ചറിൽ ആ കാലത്ത് ഒരുപാടധികം വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 4250 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചു വന്ന ഈ ഒരു സിവിലൈസേഷന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അച്ചീവ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇത്ര അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഒരൊറ്റ നിമിഷം കൊണ്ട് എങ്ങോട്ടോ മാറി മറിഞ്ഞു. യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു കോൺഫ്ലിക്റ്റിൻ്റെതായിട്ടുള്ള യാതൊരു സൂചനയും തരാതെ ഏകദേശം 10 ലക്ഷത്തോളം സ്ക്വയർ കിലോമീറ്റർ വിസ്തരിച്ചെടുക്കുന്ന ഈ വലിയ സിറ്റിയിലുള്ള ആൾക്കാർ എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. ഒരു പക്ഷേ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന പോലെ തന്നെ ഒരു കാലത്ത് ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്നാൽ ഇതിപ്പോ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലത്തെയും ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ചെറിയ പാരഗ്രാഫ് മാത്രമായിട്ട് ഒതുങ്ങി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വേറൊരു സംഭവം കൂടി നടക്കുന്നത്. സിന്ധ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ആന്റിക്വിറ്റീസ് ആൻഡ് ആർക്കിയോളജി അവർ വളരെയധികം കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുന്നു. 1950കളിൽ മോർട്ടിമർ വീലർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു ഭിത്തിയുടെ താഴ്ഭാഗം വരെ എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ സാമ്പിളിന്റെ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷന് 4500ഓളം വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് ഞാനടക്കം സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിച്ചിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതേ സ്ഥലം അവർ വീണ്ടും എക്സ്കവേറ്റ് ചെയ്ത് നോക്കുന്നു. പിന്നീട് റേഡിയോ കാർബൺ ഡേറ്റിംഗിലൂടെ ഈ ഒരു സ്ഥലത്തിന് എന്തൊരു പഴക്കമുണ്ട് എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ഞങ്ങളൊക്കെ പണ്ട് സ്കൂളുകളിൽ ഫാക്റ്റ് ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ആ ഒരു കാര്യം ഇപ്പോൾ തിരുത്തി എഴുതപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പോഴത്തെ റേഡിയോ കാർബൺ ഡേറ്റിംഗിന്റെ ബലം പറയുന്നത് ഈ ഒരു സ്ഥലത്തിന് 800 വർഷങ്ങൾ കൂടിയ പഴക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് എഫക്റ്റീവ്ലി ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഒരു സംഭവത്തിന് 5300 വർഷങ്ങൾ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ശാസ്ത്രം ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ എന്തെങ്കിലും ഒരു ഫാക്ട് അടിച്ചിങ്ങനെ വിടുന്നു, അത് നമ്മൾ കാണാപ്പാഠം പഠിച്ച് ഒരു എക്സാം ഷീറ്റിൽ കൊണ്ട് എഴുതി വെക്കുന്നു, അത് അപ്പൊ തന്നെ നമ്മൾ മറന്നു പോകുന്നു. ഈ ഒരു പ്രക്രിയ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കുഴപ്പങ്ങൾ എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഇത്ര അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഇത്ര അധികം വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂലോകത്ത് ജീവിച്ച് വരുന്നു എന്നുള്ളൊരു കാര്യം ഒട്ടുമിക്കവർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഫാക്റ്റാണ്. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോയുടെ തുടക്കം ഞാൻ ആ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത്. എന്നാൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ദിവസം ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും.
അതിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കുറെ കൂടി നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, ഈ ചാനലിലൂടെ കേൾക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും ആരും പുറത്ത് പറഞ്ഞു തരില്ല. അതിന്റെ കാരണം ഇവരെല്ലാവരും ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വിളിച്ച് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഞാൻ പാർട്സ് ആയിട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റാർ മാപ്പ് തന്നെയാണ്. ഈ ഒരു സംഭവം ചെയ്തു തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് സമയമേ കിട്ടാറില്ല. ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഓർഡർ കിട്ടിയ ഒരു സ്റ്റാർ മാപ്പാണ്, CR7 ഒരു സ്റ്റാർ മാപ്പാണ്. 2016 പോർച്ചുഗൽ യൂറോ കപ്പ് ജയിച്ചപ്പോൾ എടുത്ത ആ ഒരു ഫോട്ടോ ആണ് ഇത്. അപ്പോൾ അതിന്റെ ഒരു AI വേർഷനാണ് ശരിക്കും ഇത്. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്റ്റാറിന്റെ മാപ്പാണ് ഇവിടെ പുറകിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെയധികം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ മാപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ വളരെയധികം ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1-2 ഓർഡേഴ്സ് റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലുള്ള കസ്റ്റമായിട്ടുള്ള വളരെയധികം പ്രീമിയം ആയിട്ടുള്ള സ്റ്റാർ മാപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം.